കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. അവൻ നഗര കവാടത്തിന് അടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കുവാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെപ്പറ്റിയുള്ള ഈ വാർത്ത യൂദയ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു. കർത്താവിൻ്റെ വചനം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുനാഥനിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം യേശുനാഥൻ ഒരു വിധവയുടെ ദുഃഖമകറ്റി മരിച്ചുപോയ മകനെ വീണ്ടെടുത്ത് അവൻ്റെ വീട്ടിലെ ഒക്കെ ആ ഒരു സന്തോഷം വീണ്ടും തിരികെ നൽകുകയാണ്. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. യേശുനാഥൻ കാരുണ്യവാനാണ്. കാരുണ്യം മറ്റുള്ളവർക്ക് ഒരു വ്യവസ്ഥയുമില്ലാതെ വിളമ്പി നൽകുന്നവനാണ്. യേശുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു അടയാളമാണ് മരിച്ചുപോയ ഏകപുത്രനെ ഉയർപ്പിച്ചു നൽകുന്നത്. മനസ്സലിഞ്ഞ് അവൻ ആ വിധവയുടെ ഏകപുത്രനെ ഉയർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് കാരുണ്യം, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള അലിവ്. അവളെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് വിധവയായിരുന്ന അവൾക്ക് തൻ്റെ ഏകപുത്രനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സമൂഹത്തിൽ അവൾക്കുള്ള പ്രയാസങ്ങൾ, സാമൂഹികമായ പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള അവളുടെ ഒറ്റപ്പെടലും ബുദ്ധിമുട്ടുകളുമെല്ലാം മനസ്സിലാക്കി മാനുഷികമായ രീതിയിൽ അവളെ കണ്ടുകൊണ്ട് യേശുനാഥൻ ആ ശവമഞ്ചത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളോട് പറയുന്നുണ്ട്, കരയേണ്ട. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളിലും നമ്മൾ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ സമീപത്ത് വന്ന് നീ കരയേണ്ട, നീ വിഷമിക്കേണ്ടെന്ന് പറയുന്ന ഒരു ആശ്വാസ വാക്ക് നമുക്ക് പകരുന്ന ഒരു ആശ്വാസമുണ്ടല്ലോ, അത് നീണ്ടു നിൽക്കുന്നതാണ്. നമ്മുടെ മനസ്സ് മാത്രമല്ല, നമ്മുടെ ശരീരമെല്ലാം നമ്മളിന്ന് സുഖപ്പെട്ട് കിട്ടുന്ന ഒരേ ഒരു വാക്ക്, ചെറിയൊരു വാക്കാണ് യേശുനാഥൻ പറയുന്നത്, കരയേണ്ട. അതിലെല്ലാം ഉണ്ട്. അവളെ എല്ലാം മകനെ വീണ്ടെടുക്കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് അവളെ നയിച്ചു കൊണ്ടുവരികയാണ്. അതുപോലെ അവളുടെ ദുഃഖം അകറ്റുകയാണ്. അവൾ പൂർണ്ണമായിട്ട് അവൾക്ക് ആ സന്തോഷം തിരികെ കിട്ടുകയാണ്. നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെയൊരു ആശ്വാസവാക്ക് നമ്മുടെ ബന്ധുജനങ്ങളിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, പലപ്പോഴും കിട്ടാറില്ല. ആ ഒരു വാക്കാണ് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയൊക്കെ സുഖപ്പെടുത്തുന്നത്. യേശുനാഥൻ പറഞ്ഞ ഏറ്റവും ചെറിയൊരു വാക്കാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത്, ഈ കരയേണ്ട എന്ന്. നമ്മുടെ ജെറുസലേം പുത്രിമാരോട് യേശുനാഥൻ തൻ്റെ കുരിശ് യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ പറയുന്നുണ്ട്, ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ സന്താനങ്ങളെയും ഓർത്ത് കരയുമെന്ന്. ലാസറിൻ്റെ ശവകുടീരത്തെങ്കിലും മനസ്സലിഞ്ഞ് അവരുടെ ദുഃഖം, മർത്തായുടെയും മേരിയുടെയൊക്കെ മറിയത്തിൻ്റെയൊക്കെ ദുഃഖം അകറ്റിക്കൊണ്ട് യേശുനാഥൻ പറയുന്നുണ്ട്, നിങ്ങൾ വിലപിക്കേണ്ട. യേശുനാഥൻ തന്നെ ആ ശവകുടീരത്തിനെങ്കിൽ പ്രിയപ്പെട്ടവനായി ലാസറിനെ ഓർത്ത് കരയുന്നുണ്ട്.
മനുഷ്യനിൽ നിന്ന് അകന്നവനല്ല ഒരിക്കലും നമ്മുടെ ദൈവപുത്രൻ. മാനുഷികമായ വികാരങ്ങളും ദൈവത്തിൻ്റെ രൂപത്തിലാണെങ്കിലും മനുഷ്യനായിട്ട് തന്നെ പൂർണ്ണമായിട്ട് മാറ്റിയ, മാനുഷികമായും ദൈവികമായിട്ടും കൂടെ നിലകൊണ്ട ദൈവപുത്രനാണ് ക്രിസ്തുനാഥൻ. ക്രിസ്തുനാഥൻ തൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്നതിന് പ്രവർത്തിച്ച അടയാളമല്ല ഈ അത്ഭുതം, മറിച്ച് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് മനസ്സലിഞ്ഞുകൊണ്ട് ആ വിധവയുടെ ആ സന്തോഷം, അത് ആ കുടുംബ ബന്ധമെല്ലാം വീണ്ടും തിരികെ നൽകുകയാണ്. ഒരാളെ ഉയർപ്പിക്കുകയല്ല, മറിച്ച് ആ കുടുംബ ബന്ധങ്ങളെല്ലാം വീണ്ടും തിരികെ നൽകുകയാണ്. ആ സന്തോഷം വീണ്ടും തിരികെ നൽകുകയാണ്. നമ്മൾ യേശുനാഥൻ ഈ യാത്രയുടെ ഇടയിലാണ് യേശുനാഥൻ, ആൾക്കൂട്ടം വളരെയധികം ഉണ്ടായിരുന്നു, എന്നിട്ട് അവൻ നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ യാത്ര ചെയ്യുമ്പോൾ എത്രയോ പേര് അപകടത്തിൽപ്പെട്ട്, ബൈക്കിലൊക്കെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരൊക്കെ രക്തം വാർന്നാണ് പലപ്പോഴും മരിക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയുടെ തിരക്കിനിടയിൽ മറ്റുള്ളവരുടെ വിഷമങ്ങളും മറ്റുള്ളവരുടെ പ്രയാസങ്ങളും കണ്ടുകൊണ്ടൊന്നും നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ അല്ലെങ്കിൽ തിരക്ക് പാപിച്ച് കടന്നു പോവുകയാണ്. സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചാൽ തിരികെ പിടിക്കാവുന്ന അനേകം ജീവിതങ്ങൾ വഴിയരികിൽ കാർ അപകടത്തിലും ബൈക്ക് അപകടത്തിലൊക്കെ ആയിട്ട് പലരുടെയും ജീവിതം ഇല്ലാതായി തീർന്നിട്ടുണ്ട്. നിൽക്കുക, മനസ്സലിയുക, മറ്റുള്ളവരോട് സഹതാപമുണ്ടാകുക. നമ്മൾ ഭംഗിയായി കഴുകി വൃത്തിയാക്കി നമ്മുടെ വാഹനത്തിൽ അപരൻ്റെ ചോര അത് ഒഴുകും, അത് വാഹനം വൃത്തികേടാകും, അതിൻ്റെ ഒരു മണം ഉണ്ടാകുമെന്ന് ഒക്കെ ചിന്തിച്ചാണ് പലരും കടന്നു പോകുന്നത്. അല്ലെങ്കിൽ പോലീസ് കേസ് ഉണ്ടാകുമെന്നൊക്കെ ചിന്തിച്ച് മറ്റുള്ളവരെ രക്ഷിക്കുവാനും ഒന്ന് നിൽക്കുവാനും ഒന്ന് അല്പസമയം ചെലവഴിക്കുകയും ചെയ്തായിരുന്നെങ്കിൽ പലരുടെയും ജീവിതം തിരിച്ചു പിടിക്കാമായിരുന്നു. മനസ്സലിയുക, അത് ആ ദൈവത്തിൻ്റെ അഭാവം നമുക്കും സ്വന്തമാക്കുവാൻ സാധിക്കട്ടെ. അതുപോലെ യേശുനാഥൻ ഈ അത്ഭുതം വഴിയായിട്ട് യേശുനാഥൻ മരണത്തിന് മേൽ വിജയമുള്ളവനാണ്, മരണത്തെ തോൽപ്പിക്കുവാൻ സാധിക്കുന്നവനാണെന്നും കൂടെ തെളിയിച്ചിരിക്കുകയാണ്. യേശുനാഥൻ ഈ അത്ഭുതം മൂലം തൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് അദ്ദേഹം അനാവരണം ചെയ്യുന്ന ഒരു അടയാളമായിട്ട് ഈ അത്ഭുതം മാറുകയാണ്. തൻ്റെ തന്നെ പുനരുത്ഥാനത്തെ യേശുനാഥൻ മുൻകൂട്ടി സൂചിപ്പിക്കുകയാണ് ഈ അത്ഭുതത്തിലൂടെ. മൂന്നാമതായിട്ട് യേശുനാഥൻ ഈ മകനെ തിരികെ അമ്മയെ ഏൽപ്പിക്കുകയാണ്, തിരികെ നൽകുകയാണ്. ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അവളെ ക്ഷണിക്കുകയാണ്. മകൻ നഷ്ടപ്പെട്ട അതീവ ദുഃഖത്തിലെ കടന്നു പോകുന്ന അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റുള്ളവരെ ദുഃഖമനുഭവിക്കുന്നവരെ, പീഡ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ദൈവപുത്രൻ്റെ ആ മനോഭാവമാണ് നമ്മുടെ ക്രിസ്ത്യാനികളെന്ന അറിയപ്പെടുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലും കടന്നു വരേണ്ടതും. ദുഃഖമനുഭവിക്കുന്ന, പീഡ അനുഭവിക്കുന്ന, സാമ്പത്തികമായിട്ടും രോഗപീഠകളാലും കടന്നു പോകുന്നവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, അവരുടെ നേരെയൊന്ന് പറയുവാൻ, നീ വിഷമിക്കേണ്ട, നീ കരയേണ്ട, നമുക്ക് എല്ലാം ശരിയാക്കാമെന്നൊന്ന് പറയുന്ന ഒരു നല്ലൊരു മനുഷ്യപ്രകൃതി, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ ഒരു മുഖം, അത് ദൈവത്തിൻ്റെ പ്രകൃതിയാണ്. അത് സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മറ്റുള്ളവരെയും ചേർത്ത് പിടിക്കുവാനും യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് തീരുവാനും നമുക്ക് സാധിക്കും. നമ്മൾ അവസാനമായി കാണുന്നുണ്ട്, ജനങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ഇതൊരു പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ഇതൊരു സന്തോഷ വാർത്തയായിട്ട് അവരത് കണക്കാക്കി അവരത് എല്ലായിടത്തും പറയുകയാണ്. നമ്മുടെ ഇടയിൽ ഒരു വലിയ പ്രവാചകൻ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവത്തെ കണ്ടവരാണ് നമ്മളൊക്കെ. ദൈവത്തിൻ്റെ വചനത്തിലൂടെ തീർത്ഥയാത്ര നടത്തുന്നവരാണ് നമ്മൾ. ഈ ധ്യാന കേന്ദ്രത്തിൽ എത്രയോ തവണ നമ്മൾ വചനം കേട്ടിരിക്കുന്നു, വചനത്തിലൂടെ കടന്നു പോയിരിക്കുന്നു. ഈ വചനം നമുക്കൊരു സന്തോഷത്തിൻ്റെ അനുഭവം നമുക്ക് നൽകട്ടെ. ഈ സന്തോഷത്തിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ, മറ്റുള്ളവർക്കും കൊടുക്കുവാൻ, ഇതാ ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്, ക്രിസ്തുവിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു, ആ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പ്രഘോഷിക്കുവാൻ നമുക്കും കടമയുണ്ടെന്നുള്ള തിരിച്ചറിവോടെ ജീവിക്കാം. ക്രിസ്തുനാഥൻ നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും വസിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം. മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുവാൻ, കാരുണ്യത്തോടെ അവരെ ചേർത്ത് പിടിക്കുവാൻ, മറ്റുള്ളവരുടെ വിഷമങ്ങൾ തിരിച്ചറിയുവാൻ,
മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ മനസ്സലിഞ്ഞ് അല്പനേരം നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവപുത്രൻ നമ്മുടെ ഹൃദയങ്ങളെ അവിടുത്തെ കൃപകൾ കൊണ്ട് നിറയ്ക്കട്ടെ. ആമേൻ.